അബുദാബി മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കായംകുളത്താനം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അബുദാബിയിലുള്ള പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി കണ്ട് അറിഞ്ഞു വരാം. ഏകദേശം 27 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം പരന്നു കിടക്കുന്നത്. ഇവിടെയുള്ള കാണുന്ന 7 ഗോപുരങ്ങളും 7 എമിറേറ്റ്സിനെ പ്രതികരിക്കുന്നതാണ്. 2024 ഫെബ്രുവരി 14 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇത് 2024 മാർച്ച് 1 ഇത് പൊതുജനങ്ങൾക്കായിട്ട് നമുക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്നതിന് യാതൊരുവിധ ചാർജുകളും ഇല്ല കേട്ടോ. ഇവിടെ എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു QR കോഡുണ്ട്. അതിൻ്റെ അകത്ത് മന്ദിർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കയറുക, നമ്മുടെ ID രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അടിപൊളി ഒരു അംബ്രല്ല കിട്ടും. നമ്മൾ നല്ല ചൂടുള്ള സമയമാണ്, അപ്പോൾ അംബ്രല്ലയൊക്കെ പിടിച്ച് നമുക്ക് അകത്തോട്ട് നടക്കാം. ഈ മനോഹരമായ ക്ഷേത്രം പണി തുടങ്ങിയത് 2019 പൂർണ്ണമായും കല്ലുകൊണ്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല. ഇത് പണിഞ്ഞത് BAPS എന്ന സംഘടനയാണ്. അബുദാബിയിലെ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രം പണിഞ്ഞിരിക്കുന്ന കല്ലുകൾ മുഴുവൻ ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നാണ് പണിഞ്ഞിരിക്കുന്നത്. ശേഷം ഇവിടെ എത്തിച്ച് കൂട്ടിച്ചേർത്തതാണ്. ഏകദേശം 25,000-ലധികം കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1300ഓളം ഇന്ത്യൻ തൊഴിലാളികളും ശില്പികളും ചേർന്നാണ് ഈ മനോഹരമായ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പണി തീർക്കുന്നതിനായി ഏകദേശം 5 മുതൽ 6 വർഷം വരെ എടുത്തിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ ഈ മനോഹരമായ ക്ഷേത്രം പണിയാൻ സഹായിച്ചത് അബുദാബി ഗവൺമെൻറ് ആണ്. അതുപോലെ ഇവിടെ വരുന്നവർക്കായി വളരെ വലിയ സുരക്ഷയാണ് അബുദാബി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ചൂട് കൂടുതലായതിനാൽ ഫ്രീ ആയി കുടകളും കുടിക്കുന്നതിനായി വെള്ളവും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി അതിനായി മറ്റു സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നു. 50-ലധികം ചവിട്ടുപടികൾ കയറി വേണം ക്ഷേത്ര ദർശനത്തിനായി എത്തുവാൻ. ദർശനത്തിനായി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സൗകര്യവും ഉണ്ട്. ക്ഷേത്രത്തിൽ കയറുന്നതിന് ഇരുവശങ്ങളിലും ക്ഷേത്ര കുളം പോലെ ഒരുക്കിയിരിക്കുന്നു. ദർശനത്തിനായി കയറാൻ നിങ്ങൾക്ക് കല്ലിൽ കൊത്തിയ പണികളും ദേവരൂപങ്ങളും കണ്ടാൽ ശരിക്കും വളരെ വലിയ വിസ്മയം തോന്നും. എവിടെയും സമാധാന അന്തരീക്ഷം, ശബ്ദങ്ങൾ ഒന്നുമില്ലാതെ മനസ്സിനെ ഒരു കുളിർമ കിട്ടുന്ന ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അകത്തുള്ള ചിത്രങ്ങളോ വീഡിയോസോ എടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പുറത്തു നിന്നുള്ള എല്ലാ വിഷ്വൽസും എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഫുൾ വ്യൂ കാണുന്നതിനായി പ്രത്യേകമായി ഒരിടം ഒരുക്കിയിരിക്കുന്നു. മൊത്തത്തിൽ നിങ്ങൾ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു മനോഹരമായ ക്ഷേത്രവും അന്തരീക്ഷവുമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് എല്ലാവരും നല്ല ഒരു മസാല ദോശയും നല്ല ഒരു കാപ്പിയും കുടിച്ചു. നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ആസ്വദിച്ച് നല്ലൊരു വൈബ് കിട്ടി. ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഓൾ.